നിവിൻ പോളിയുടെ ഓണത്തിന് വരാനിരിക്കുന്ന ബത്ലഹാം കുടുംബ യൂണിറ്റിലെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. കണ്ടുനോക്കാം വാ. ഭാവന സ്റ്റുഡിയോസ്. ഇപ്പോഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. 2005 മമിത ബൈജു, നിവിൻ പോളി, MP3 കൺവേർട്ട് ചെയ്തിട്ട് ഫഹദ് ഫാസിൽ ഫ്രണ്ട്സ്, MP3. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് Just ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. this ഓണം MP3 MP3 വല്ല പേര് വിട്ടാ പോരെ. കിങ് പണ്ട ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഓഫ് ജോജി കുമ്പളങ്ങി നൈറ്റ്സ്. സത്യത്തിൽ ഇതിന്റെ ക്രൂ ഭയങ്കര ടെക്നിക്കലി സൂപ്പർ ടീംസ് ആണ്. ഫഹദ് ഫാസിലിന്റെ ആൻഡ് ഭാവന സ്റ്റുഡിയോസ്, ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, അങ്ങനെ മെയിൻ ആൾക്കാരുള്ള ഒരു പടവും കൂടെയാണ്. ഗിരീഷ് ഏടി നിങ്ങൾക്കറിയാം, തണ്ണീർമത്തൻ, സൂപ്പർ ശരണ്യ, അയാം കാതലൻ, പ്രേമലുവിന്റെ ഡയറക്ടറാണ്. പുള്ളി ബാലൻസ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നിവിന്റെ കംഫർട്ട് സോണും കൂടെയാണ്. ഇപ്പൊ തന്നെ ആ ഒരു ഫീൽ ഗുഡ് വൈബ് അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാല് നിവിന് ഈ ഒരു പാറ്റേണിലുള്ള സിനിമ വരുന്നത് പക്ക നിവിൻ അതിൽ കൊണ്ടാടും. നിർത്തി ഞങ്ങളെ പോലെ സിഗ്മ വന്നു. സിഗ്മ ഇത് സിഗ്മയല്ല, ചുക്മയാണ്. ചുഗ്മ ഒരു ഉത്തരവാദിത്തമല്ല, ചുകിച്ച് ജീവിക്കും. റോഷൻ ഗസ്റ്റിൻ, അതായത് ക്യാരക്ടർ നെയിം. പണ്ട് അജിത്തിന്റെ പടത്തിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ട്. വിഷ്ണു വിജയ് മ്യൂസിക്കൽ. പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്. കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ? കണ്ട ചാർജ് കണ്ട ചാർജ് ആയണ്ട. എപ്പോഴും ഒരു മെലങ്കോളിക് പാവട അവക്ക്. അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിട്ട് കിടക്കാനുള്ള കൊച്ചി. ആഷ്ലി. ആ പെൺകൊച്ചി എപ്പ നോക്കിയാലും നിന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാവം കൊച്ച്. ആള് കുറവുണ്ടോടി? ആഷ്ലിനൊന്നും കണ്ടില്ല. ആഷ്ലിനെ കണ്ടല്ല. കൺഗ്രാറ്റ്സ്. വെടിവെച്ച പൊട്ടാത്ത കാര്യം പറയാ നീ കുലിക്ക്. ഗിരീഷ് ഏടി സത്യത്തില് ഓണം തൂക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാരണം ഫുൾ ഒരു കോമഡി ആയിട്ടും വളരെ ഫണ്ണായിട്ടും ആ ഒരു ഫീൽ ഗുഡ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ ട്രെയിലർ പോകുന്നുണ്ട്. ഒരു മടിപ്പോ ഒന്നും തോന്നില്ല, ഫ്രഷ്നെസ് ആയിട്ട്. നിവിൻ അറിയാലോ, ഈ ഒരു ക്യാരക്ടറൊക്കെ നിവിൻ പിന്നെ എടുക്കും. അത് കാണുന്നുണ്ട്. MP3 കിങ്, ആ നെസ്റ്റു പരിപാടിയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് പുള്ളിക്കാരൻ ഇവര് എനിക്ക് തോന്നുന്നു 2 ഗ്യാങ് ആയിട്ട്, സംഗീത് റോഷൻ ഒരു ചെറിയ ഗ്യാങ്, ആൻഡ് സൂര്യ കൃഷ്ണ പിന്നെ പുള്ളിക്കാരനും നിവിൻ പോളിയൊക്കെ ഒരു വലിയ ഗ്യാങ്. ആ ഒരു ഗ്യാങ്, അതായത് അണ്ണാവൻ ഗ്യാങ്ങും കൊച്ചു പിള്ളേർ ഗ്യാങ് എന്നൊരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. ആ ഒരു കോംബോയും നിവിൻ അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങളിൽ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. പരിചയം പോലും വേണ്ടാന്നാണ് ഉദ്ദേശം. വിചാരിച്ചു, പക്ഷെ ഞാൻ അതിനെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ. ദിലീഷ് പോത്തൻ, ഫഹദ്, ശ്യാം, വിനയ് ഫോർട്ട് ഉണ്ട്. ആ എല്ലാരും ഉണ്ടല്ലോ പടത്തില്. ഗിരീഷ് ഏടി ഫിലിം താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം. ബത്ലഹാം കുടുംബ യൂണിറ്റ് റിലീസ് 21 ഓഗസ്റ്റ്. പറഞ്ഞായിരുന്നു ഇതൊന്നും വേണ്ട, ഇത് മതി. സത്യത്തിൽ ഇതും ഒരു ഏജ് ഗ്യാപ്പ് പ്രണയമാണെന്നാണ് തോന്നുന്നത്. അതായത് ഒരു 30-35 നിവിൻ പോളി, 20-25 മമിത ബൈജു. സൂര്യയുടെ ഇന്ന് റിലീസായ വിശ്വനാഥ ആൻഡ് സൺസിലുള്ള പോലെ അതിലൊരു 40-42 സൂര്യയും ഒരു 20-23 മമിതയൊക്കെയാണ് വരുന്നത്. ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. ഓണം മിക്കവാറും നിവിൻ പോളി തൂക്കും. പോരാതെ കംഫർട്ട് സോൺ പടമാണ്. ഓണത്തിന് വരേണ്ട ഒരു പടമാണ്. ഓണത്തിന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു പടമാണ്. അതായത് ഒരു മാസ് ഹൈ ബഡ്ജറ്റ് പടത്തിനേക്കാളും ഒരു ലോ ബഡ്ജറ്റ് ഫീൽ ഗുഡ് നാച്ചുറൽ സിനിമകളായിരിക്കും ഓണത്തിന് വരവേൽപ്പും കൂടുതലും വരുന്നത്. കണ്ടിട്ട്
നിവിൻ പോളി ആ വരവേൽപ്പ് നല്ല രീതിയിൽ സർവമായതിനു ശേഷം വീണ്ടും എടുക്കുമെന്നാണ് തോന്നുന്നത്. ആൻഡ് നിവിൻ പോളി മമിത കോംബോയ് നന്നായിട്ടുണ്ട്. അവർ തമ്മിലുള്ള നീ എന്നെ ഗോസ്റ്റ് ചെയ്യുന്നുണ്ടാ, യോ ഞാൻ നിന്നെ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർബിറ്റോ അതെന്തോന്ന്? അങ്ങനെയല്ലേ നിങ്ങളെ ഭാഷയൊക്കെ സംസാരിക്കുന്നത്? അതൊന്നും ഞാൻ സംസാരിക്കാറില്ല. ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ടുള്ള നല്ലൊരു കിഡിലൻ ട്രെയിലർ. ആൻഡ് ഇതിന്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് ഇതിന്റെ ക്രൂ തന്നെയാണ്. ഫഹദ് ഫാസിൽ, ശാംപുഷ്കരൻ, ദിലീഷ് പോത്തൻ. ആ ഒരു പരിപാടി തന്നെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഗിരീഷ് ഷേഡി, നിങ്ങൾക്കറിയാം ഇതുപോലത്തെ കോമഡി ഫീൽ ഗുഡ് ഒക്കെ വരുന്നതിൽ ഗിരീഷ് ഷേഡി സൂപ്പറായിട്ട് ചെയ്യും. ഗിരീഷ് ഷേഡിയുടെ പടങ്ങൾ അറിയാം നമുക്ക്. തണ്ണീർമത്തനായാലും പ്രേമലു ആയാലും സൂപ്പർ ശരണി ആയാലും. മമിത ബൈജുവിന് ഇപ്പൊ പിന്നെ ഫുൾ ബിഗ് സ്റ്റാർസിന്റെ കൂടെയാണ്. തളപതി വിജയോടെ ജനനായകൻ, ധനുഷിന്റെ കൂടെ കര, സൂര്യന്റെ കൂടെ വിശ്വനാഥ് ആൻഡ് സൺസ്, ഇപ്പൊ ബത്ലാം കുടുംബ യൂണിറ്റിൽ നിവിൻ പോളിയുടെ കൂടെ. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് മമിതയെ കാണുന്നത് ഓപ്പറേഷൻ ജാവയില് ബാലു വർഗീസ് ആണെന്ന് തോന്നുന്നു ആ പേര്, പുള്ളിയുടെ പേര്. പുള്ളിയെ തേക്കുന്ന ഒരു സീനിലാണ്. ഇനി വല്ലതും നടക്കുമോ, നമ്മളെ കല്യാണം വല്ലതും നടക്കുമോ? അപ്പോ ഇപ്പോഴാണ് എനിക്ക് അത് പുള്ളിയുടെ ആ ഒരു മമിതയുടെ മുഖം മനസ്സിലായിരുന്നത്. അന്ന് അഭിനയിച്ചത് ഓപ്പറേഷൻ ജാവ, തരുൺമൂർത്തിയുടെ ചിത്രം, ലുക്മാൻ എല്ലാ സിനിമയിലുണ്ട്. മമിത ആയിരുന്നു അല്ലേ എന്ന്. കിട്ടില്ല ട്രെയിലർ കേട്ട നിവിൻ തൂക്കും മിക്കവാറും.